ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ശൂന്യംകാരത്തിയുടെ ക്യാരക്ടർ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ശൂന്യംകാരത്തി ദൈവസ്നേഹമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരേണം എന്ന് നിർബന്ധിച്ചു. അവളിലുള്ള ദൈവസ്നേഹം നിമിത്തമാണ് എലീശ പ്രവാചകനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചത്. എലീശ പ്രവാചകൻ ശൂനേമിലേക്ക് വന്നത് യാദൃശ്ചികമായിട്ടല്ല. എലീശ പ്രവാചകൻ ധാരാളം യാത്ര ചെയ്യുന്ന ദൈവപുരുഷനായിരുന്നു. കർമ്മേലിലും ശമരിയയിലും എലീശ പ്രവാചകന് വീടുകൾ ഉണ്ടായിരുന്നു. അവിടെ മാറി മാറി പോകുമായിരുന്നു. ബഥേലിലും ജെരിഹോവിലും ഗിൽഗാലിലുമൊക്കെ പ്രവാചക ശിഷ്യന്മാരുടെ സ്കൂളുകൾ ഉണ്ടായിരുന്നു. അവരെ സന്ദർശിക്കുവാനും സഹായിക്കുവാനും ഇടയ്ക്കിടയ്ക്ക് അവിടെയെല്ലാം പോകുമായിരുന്നു. കൂടാതെ യഹോവയുടെ അരുളപ്പാട് അറിയിക്കുവാനും ധാരാളം യാത്ര ചെയ്യുമായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശൂനേമിൽ കൂടിയുള്ള ദേശീയപാതയിൽ കൂടിയായിരുന്നു. വെയിലത്ത് നടന്ന് ശൂനേമിലെത്തുമ്പോഴേക്കും വളരെയധികം ക്ഷീണിച്ചിരിക്കും. വിശ്രമിക്കുവാനായാണ് ശൂനേമിൽ എലീശ പ്രവാചകൻ എത്തിയത്. അതായത് ഒരു ബ്രേക്ക് ജേർണി. എലീശ പ്രവാചകൻ ശൂനേമിൽ എത്തിയെന്ന് ശൂന്യംകാരത്തേക്ക് അറിവ് കിട്ടുന്നു. കാരണം എലീശ പ്രവാചകൻ ഇസ്രായേലിൽ വളരെ പ്രസിദ്ധനായ ഒരു പ്രവാചകനായിരുന്നു. എലീശ പ്രവാചകൻ അവിടെ എത്തിയിരിക്കുന്നത് വളരെ ക്ഷീണിച്ചാണെന്ന് മനസ്സിലാക്കിയാണ് ശൂന്യംകാരത്തി പ്രവാചകനെ ഭക്ഷണത്തിനായിട്ട് ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഒരു വേള പ്രവാചകൻ ആദ്യം പോകുവാൻ വിസമ്മതിച്ചിരിക്കും. എന്നാൽ അവൾ നിർബന്ധിച്ചപ്പോൾ എലീശ പ്രവാചകൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവൾ എലീശ പ്രവാചകനെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നു. അവളുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ ദൈവസ്നേഹത്തിൽ നിന്നാണ് ഇതൊക്കെയും ചെയ്യുന്നതെന്ന് എലീശ പ്രവാചകൻ മനസ്സിലാക്കുന്നു. ദൈവസ്നേഹത്തോടെയുള്ള പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നു. ദൈവസ്നേഹത്തോടെ നിർബന്ധിച്ചു എന്നതിനെപ്പറ്റി വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് നോക്കാം. 2 കൊരിന്ത്യർ 5:14 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നുവെന്ന്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കുവാനായി ക്രൂശിൽ അതിക്രൂരമായ മരണം ഏറ്റെടുത്തു. നമ്മൾ ഓരോരുത്തരും മരിക്കേണ്ട സ്ഥാനത്താണ് ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചത്. ക്രിസ്തുവിന് നമ്മളോടുള്ള ഈ സ്നേഹമാണ് പൗലോസ് അപ്പോസ്തലനെ ക്രിസ്തുവിന് വേണ്ടി സകല ഉപദ്രവങ്ങളും കഷ്ടങ്ങളും സഹിക്കുവാനായി പ്രേരിപ്പിച്ചത്, അതായത് നിർബന്ധിച്ചത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം മുതൽ ഇപ്രകാരം വായിക്കുന്നു: കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അന്ന് സംഭവിച്ചതിനെക്കുറിച്ച് അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ക്രിസ്തുവും അവരോടുകൂടെ ചേർന്ന് നടക്കുന്നു. ക്രിസ്തുവിനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവർ വിചാരിക്കുന്നത് ഒരു സഹയാത്രികൻ എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു അവരുടെ സംഭാഷണത്തിൽ പങ്കുചേർന്ന് അവരുടെ സംശയങ്ങളൊക്കെയും തീർത്തു കൊടുക്കുന്നു. അവർ ഇങ്ങനെ നടന്ന് എമ്മൗസിലെത്തുന്നു. എമ്മൗസിലെത്തിയപ്പോഴേക്ക് സന്ധ്യയാകുന്നു. യേശു ക്രിസ്തു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ നേരം വൈകി, ഞങ്ങളോടുകൂടെ പാർക്കുക എന്ന് പറഞ്ഞ് ആ അപരിചിതനെ അവരുടെ ഭവനത്തിലേക്ക് വരുവാനായി നിർബന്ധിച്ചു. ഇവിടെയും ഭവനത്തിലേക്ക് വരുവാൻ നിർബന്ധിച്ചു എന്ന് കാണുന്നു. കർത്താവാണെന്ന് അവർ അറിയുന്നില്ല. ഭക്ഷണം വാഴ്ത്തി നുറുക്കുമ്പോഴാണ് കർത്താവ് അവർക്ക് വെളിപ്പെടുന്നത്. ഒരു സഹയാത്രികനെ രാത്രിയിൽ തനിയെ വിടുവാൻ അവർക്ക് മനസ്സ് തോന്നുന്നില്ല. അവരിലുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ആ അപരിചിതനെ അവരുടെ വീട്ടിൽ പാർക്കുവാനായി അവർ നിർബന്ധിച്ചത്. അടുത്തതായിട്ട് ലിഡിയ എന്ന സ്ത്രീ. ലിഡിയ തുയഥൈര പട്ടണക്കാരത്തിയും ഫിലിപ്പിയിൽ കുടിയേറി പാർക്കുന്ന രക്താംബരം വിൽക്കുന്ന ധനികയായ ദൈവഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. പൗലോസിൻ്റെ പ്രസംഗം കേട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവളും കുടുംബവും
സ്നാനമേൽക്കുന്നു. ഫിലിപ്പിയ സഭയിലെ ആദ്യ ഫലമാണ് ഈ കുടുംബം. ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പൗലോസിനെയും ശീലാസിനെയും അവളുടെ ഭവനത്തിലേക്ക് വന്ന് പാർപ്പാനായിട്ട് ക്ഷണിക്കുന്നു. എന്നാൽ അവരും ആദ്യം പോവാൻ ഒന്ന് മടി കാണിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ ക്രിസ്തുവിൽ വിശ്വസ്തയായി കാണുന്നുവെങ്കിൽ എൻ്റെ ഭവനത്തിൽ വന്ന് പാർപ്പീൻ എന്ന് നിർബന്ധിച്ചു. ലിഡിയ അവളിലുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്താലാണ് അവരെ അവളുടെ ഭവനത്തിലേക്ക് വരുവാനായി നിർബന്ധിച്ചത്. ഈ സ്വഭാവം നമ്മൾക്ക് ഒരു മാതൃകയാണ്. ഇതുപോലെ വിശന്നും ക്ഷീണിച്ചു ഇരിക്കുന്ന ദൈവദാസന്മാരെയോ ദാസിമാരെയോ നമ്മൾ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത്. അവരെ നമ്മളുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ച് സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവ് നീതിമാന്മാരോട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, കുടിപ്പാൻ തന്നു. നീതിമാന്മാർ അത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ, ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ദൈവസ്നേഹത്തിൽ വിശന്നും ദാഹിച്ചുമിരിക്കുന്ന എളിയ ദൈവദാസന്മാരെ കൈക്കൊള്ളുന്നത് കർത്താവിനെ കൈക്കൊള്ളുന്നത് പോലെയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.